عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. 8:15 ബാങ്ക്, 8:30 ആവുമ്പോൾ നിസ്കാരം തുടങ്ങും. നിസ്കാരത്തിന്റെ സമയത്തോട് അടുപ്പിച്ച് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത്. ഖുർആൻ പഠനത്തിന്റെ മാധുര്യവും അതിന്റെ പ്രാധാന്യവും ഒരു ക്ലാസ് കേൾക്കാതെ തന്നെ നമുക്കെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന വിഷയമാണ്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആന്റെ പഠനം. ആ പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിതമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുമതികളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ നിയമനിർദ്ദേശങ്ങളും അനുമതികളും നിരോധനങ്ങളും ഒക്കെ അടങ്ങുന്ന മുഹമ്മദി ഉമ്മത്തിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് കൊടുത്തൊരു വാക്കുണ്ട്. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദം സന്തതികളെ വെറുതെ ഒഴിച്ചുവിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് ആവശ്യമായ കാലഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും സാരോപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗദർശികളെ അവരിലേക്ക് ഞാൻ പറഞ്ഞയക്കും. ഫമൻ തബിഅ ഹുദായി, ആരാ മാർഗദർശികളെ പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് മാർഗദർശികളെ അടിക്കടി കയക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മാർഗദർശനം കൊടുത്തിട്ടാണല്ലോ. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. എങ്ങനെ പശ്ചാത്തപിക്കണം, എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ആദം നബി എന്ത് ചെയ്തത്? ഭൂമിയിലേക്ക് അയച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് കാലാകാലങ്ങളിൽ വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയക്കേണ്ടി വരുന്നത്? അതിന്റെ മറുപടി നമ്മുടെ പേരിൽ തന്നെ ഉണ്ട്. ഇൻസാൻ, അവൻ മറക്കുന്നവനാണ്, മറവി സംഭവിക്കുന്നവനാണ്. ഒരു പ്രവാചകൻ വരികയും ആ പ്രവാചകൻ നിശ്ചിതമായ ആദർശ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ കാലക്രമേണ മനുഷ്യൻ ആ ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞു. ആ മറവിയുടെ പിശാച് എന്ത് ചെയ്യുന്നു? ഇടപെടുകയും അവൻ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത ആദർശത്തിന് നേർ വിപരീതമായ ആദർശത്തെ അവരുടെ ആദർശമായി അവരെ പഠിപ്പിച്ച് കബളിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വരേണ്ടി വന്നത്. ഈ പ്രവാചകന്മാരെല്ലാം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഭവം, ഒരു വാക്ക് എന്നതറിയും. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലത. അള്ളാഹുവിന്റെ സന്ദേശം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന് അറിയാം. അതിനാരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രവാചകൻ ഒരു സമുദായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമുദായത്തിലേക്ക് ആ പ്രവാചകൻ ഏത് വിധത്തിലാണ് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നൽകേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ
അറിവും അവബോധവും ഉള്ളവനാണ് രാജാതിരാജനായ അല്ലാഹു. അതുകൊണ്ട് തന്നെ ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വരുമ്പോൾ ആ സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന, ആ സമുദായത്തെ ഏറ്റവും നന്നായി ആകർഷിക്കുന്ന ഒരു മുഅ്ജിസത്ത് കൊടുത്തിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഓരോ പ്രവാചകന്മാരെയും അയച്ചത്. ഞാനത് പറയുമ്പോ ശരിക്കും പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പ്രവാചകന്മാരുടെയും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ പ്രവാചകനാണ് എന്ന് തന്റെ പ്രബോധിത സമുദായത്തെ ബോധ്യപ്പെടുത്താനുള്ള വഴിയാണ്, അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വസ്തുത എന്താണെന്നറിയോ? ആ അത്ഭുതങ്ങൾ ആ പറയുന്ന സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാകുന്നതാണ്. അതോടൊപ്പം തന്നെ ആ സമുദായത്തെ ഏറ്റവും നന്നായി ആകർഷിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ആ മുഅ്ജിസത്തുകളുടെ പ്രത്യേകത. ഉദാഹരണത്തിന് നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് എടുത്തു നോക്കാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്താണ്? 2 മുഅ്ജിസത്താണ് പ്രധാനമായി അള്ളാഹു ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിക്ക് നൽകിയത്. അതിലൊന്ന് എന്താണ്? താൻ വർഷങ്ങളായി തന്റെ ആടുകൾക്ക് പച്ചിലകൾ അടിച്ചിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വടി. ആ വടി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ശരിക്കും പാമ്പായി, ഒരു സർപ്പമായി ഇഴഞ്ഞു നീങ്ങും. ആ സർപ്പത്തെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു വടിയായി. ഇതാണ് മൂസാ നബിക്ക് കൊടുത്ത ഒരു മുഅ്ജിസത്ത്. രണ്ടാമത്തേത്, തന്റെ കൈ കക്ഷത്തിലേക്ക് വെച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കൈ പ്രകാശിക്കുന്നതായി കാണും. ഇതാണ് രണ്ടാമത്തെ. ഈ മുഅ്ജിസത്തുമായി ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ 2 ഫിറഔൻ ചോദിക്കുകയും ചെയ്തു. മൂസാ നബി പറഞ്ഞു, ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിൻ റബ്ബികും ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ. ഞാൻ വന്നത് അല്ലാഹുവിന്റെ പ്രവാചകനായിട്ടാണ്. ഇസ്രായേലികളെ നീ ആക്രമിക്കുന്നത് നിർത്തുകയും എന്റെ കൂടെ പറഞ്ഞയക്കുകയും വേണം. ഫിറഔന്റെ മറുചോദ്യം എന്താണ്? ഖാല ഇൻ കുൻത ജിഅ്ത ബിആയ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ വെറുതെ അങ്ങനെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അത് മാത്രം പോരല്ലോ, ആ പ്രവാചകനാണെന്ന് നീ പറയുന്നതിന്റെ തെളിവ് എന്താണ്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ പ്രവാചകനാണെന്ന് പറയുക? അപ്പൊ മൂസാ നബി മറുപടി പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് എന്താ ചെയ്തത്? ഫഅൽഖ അസ, സൂറത്തുൽ അറാഫിലുള്ള വചനങ്ങളാണ്. ഫഅൽഖ അസ, അദ്ദേഹം വടി താഴെയിട്ടു. ഫഇദാ ഹിയ തുഅബാനു മുബീൻ, അപ്പോഴത് വ്യക്തമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പാമ്പായി മാറി. വനസഅ യദ, അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം പുറത്തെടുത്തു. ഫഇദാ ഹിയ ബൈദാഉ ലിന്നാസിരീൻ, നോക്കുന്ന ആളുകൾക്ക് നന്നായി പ്രകാശിക്കുന്നതായി കാണുന്നു. ഈ 2 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. അവരെന്താണ് പറഞ്ഞത്? ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇവൻ പഠിച്ച ഒരു മാരണക്കാരൻ, ഇവൻ നൈപുണ്യമുള്ള, നല്ല പ്രാക്ടീസ് ഉള്ള, നല്ല പ്രവൃത്തി പരിചയമുള്ള ഒരു മാരണക്കാരനാണ്. എന്നിട്ട് അടുത്ത് പറയുന്നതാണ് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാരണം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങയെയും അങ്ങയുടെ രാജാധികാരത്തെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും പകരം രാജാധികാരം നേടുകയും ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മാരണം എന്ന് പറയുന്നത്, മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത്, കൺകെട്ട് വിദ്യ എന്ന് പറയുന്നത് രാജാധികാരം പിടിച്ചെടുക്കാൻ പോലും പ്രാപ്തിയുള്ള ഒന്നാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളോട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്ന, ആ നാട്ടുകാർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്ന, അത്രത്തോളം അവരെ ആകർഷിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു എന്ത് നൽകുന്നത്? മുഅ്ജിസത്ത് നൽകുന്നത്. എന്നിട്ട് വേറൊരു കാര്യം കൂടി പടച്ചോൻ അതിൽ നമുക്ക് കാണിച്ചു തന്നു. എന്താണ്? ആരാണ് ആദ്യമായി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നത്? ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായ മാരണവിദ്യ ഏറ്റവും നന്നായി അറിയുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി എന്ത് ചെയ്തത്? ഈ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചെന്നുള്ളതാണ്. സാഹിര്യങ്ങൾ മുഴുവനും സുജൂദിലേക്ക് പോകുന്നു. അവർ പറഞ്ഞു, ലോകരക്ഷിതാവിൽ ഞങ്ങൾ ഇത് അവിശ്വസിച്ചിരിക്കുകയാണ്, മൂസയും ഹാറൂനും പറയുന്ന രക്ഷിതാവിൽ ഞങ്ങൾ ഇത് അവിശ്വസിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സമുദായത്തിന് ഹൃദയത്തിന്റെ അകത്തെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്ന് നോക്ക്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ്.
ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒക്കെ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ ഒക്കെ വേരുകൾ തേടിപ്പോയാൽ അവസാനം റോമിനടുത്തുക. ഒരുപാട് ആ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഗവേഷണങ്ങളും അതുപോലെ തന്നെ ചികിത്സാ രീതികളൊക്കെ നിലനിൽക്കുന്ന പല രോഗങ്ങൾക്കും മരുന്നുകൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് റോമാ സാമ്രാജ്യം. ആ റോമിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഈസാ നബിക്ക് അള്ളാഹ് കൊടുത്ത മുഅ്ജിസത്ത് എന്താണ്? അള്ളാഹ് കൊടുത്ത ഞാൻ വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്താം, നിങ്ങൾക്കത് കഴിയില്ല. ഞാൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച തിരിച്ചു കൊടുക്കാം, നിങ്ങൾക്കത് കഴിയില്ല. ഞാൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താം, നിങ്ങൾക്കത് കഴിയില്ല. ഞാൻ മരിച്ചവർക്ക് ജീവൻ നൽകാം, നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് അത് കഴിയില്ല, ഇന്നും കഴിയില്ല. പക്ഷെ ഓരോന്നും പറയുമ്പോൾ ഈസാ നബി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഇദ്നില്ല ബിഇദ്നില്ല ബിഇദ്നില്ല. എന്തിനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, തന്റെ പ്രബോധിത സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ആ സമുദായം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്, നൽകിയത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഔന്നത്യം നേടുന്നതും സമൂഹത്തിൽ ഉന്നതി ഇല്ലാതെയാവുന്നതും ഒക്കെ അതിന്റെ ഒരു മാധ്യമമായിരുന്നു സാഹിത്യം, കവിത, അതുപോലെ തന്നെ ഭാഷയുടെ പ്രയോഗം, വാക്ചാതുരി. അത് വളരെ വ്യക്തമായി നമുക്ക് സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിയതെന്ന് വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്, നന്നായി പറയാൻ കഴിവുണ്ട്, കവിതകൾ എഴുതാൻ കഴിവുണ്ട്. കവികൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു, കവിതകൾക്കും വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആ സമുദായത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ആ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്ത ഒന്നായിരുന്നു കവിതാ സാഹിത്യം. ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന് കാരണമായി നൽകിയ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ആ സാഹിത്യങ്ങൾ മുഴുവനും വെല്ലുന്നതായിരുന്നു എന്നുള്ളതാണ് സത്യം. അത്ഭുതത്തിലൂടെ നമുക്ക് മനസ്സിലാവും. കഅബ അഭിഷേകത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ശരീഫിന്റെ പരിസരത്ത് വെച്ച് സൂറത്തുൽ നജ്മ് പാരായണം ചെയ്യുന്നുണ്ട്. ആ സൂറത്തുൽ നജ്മിന്റെ പാരായണം തുടങ്ങിയപ്പോ അവിടെ ഉണ്ടായിരുന്ന പൂജാമുറകൾ മുഴുവനും നിലച്ചു. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്തവരുമായ എല്ലാവരും കാതോർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ശ്രവ്യസുന്ദരമായ വചനങ്ങളിലൂടെ മാസ്മരികമായ വരികളിലൂടെ അവരെങ്ങനെ സഞ്ചരിച്ചു, അവരതിൽ ലയിച്ചുപോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് തിലാവത്തിന്റെ സുജൂദുൽ ആയത്താണ്. ആ തിലാവത്തിന്റെ സുജൂദുൽ ആയത്ത് ഓതിക്കൊണ്ട് അള്ളാന്റെ റസൂൽ സുജൂദിലേക്ക് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖുറൈശികൾ മുഴുവൻ സുജൂദ് ചെയ്തു. അവര് പോലും അറിയാതെ അവരുടെ ഹൃദയത്തെ അത്രമാത്രം അത് സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത്രത്തോളം സാഹിത്യവും കവിതയും കണ്ടിട്ടും അതൊന്നും അവരിൽ ഉണ്ടാക്കാത്ത ഒരു ആകർഷണം ഈ പരിശുദ്ധ ഖുർആനിന്റെ ഒരു എലക്വൻസി അവരിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഖുർആനിന്റെ സാഹിത്യം, ആ ഖുർആനിന്റെ വശ്യസുന്ദരമായ മാസ്മരികമായ വാക്കുകൾ അവരിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ആ കാലഘട്ടത്തിൽ അറബികൾക്ക് മാത്രമല്ലല്ലോ പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവനുള്ളതാണ്. അപ്പോ വീണ്ടും ഒരുപാട് കാലം അറബികളും അനറബികളും അതുപോലെ തന്നെ ലോകത്തിന്റെ സപ്തസാഗരങ്ങളെ കടന്നിട്ടുള്ള സകല രാഷ്ട്രക്കാർക്കും സകല ഭാഷക്കാർക്കും സകല വർണ്ണക്കാർക്കും എല്ലാം ഉചിതമായ അവർക്കൊക്കെ പ്രാധാന്യമേകുന്ന ഒന്നായിരിക്കണം പരിശുദ്ധ ഖുർആൻ. അത്ഭുതകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആൻ നാം ആ ഖുർആനിനോട് കൂടുതൽ അടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക ഭാഷയുടെയും രാഷ്ട്രത്തിന്റെയും വേഷത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് സകല മനുഷ്യർക്കും പ്രഥമമായ സകല മനുഷ്യരുടെയും ജീവിതത്തെ ചൂന്നു നിൽക്കുന്ന ഒരു ശക്തി പരിശുദ്ധ ഖുർആനിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മോഡേൺ സയൻസ് കണ്ടുപിടിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മോഡേൺ സയൻസ് കണ്ടുപിടിച്ച പല വിഷയങ്ങളും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒറ്റ ആയത്ത് മാത്രം. അത് ഒരു യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് അള്ളാഹ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞപ്പോ അത് സ്വാഭാവികമായി ആക്സിഡന്റലി സംഭവിച്ചതല്ല. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. അത് വെൽ പ്ലാൻഡ് ആണ്. അള്ളാഹു നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുന്നതാണ്. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷദീദ്.
അല്ലാഹു പറഞ്ഞത് സനുരീഹിം ആയാതിന, നാം കാണിച്ചു കൊടുക്കും, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും. എവിടെ? ഫിൽ ആഫാഖ്, ഈ മഹാപ്രപഞ്ചത്തിൽ, വഫി അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് തെളിയുന്നത് വരെ ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തത്തിലും നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഖുർആൻ സത്യമാണെന്നതിന് പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തം കാണിക്കുക? അവിടെയാണ് ഖുർആൻ സൂചന നൽകിയ, പരിശുദ്ധ ഖുർആൻ ചൂണ്ടുപലകകളായി നിൽക്കുന്ന പല ശാസ്ത്ര ശാഖകളിലേക്കും ഗവേഷകന്മാരും പണ്ഡിതന്മാരും സഞ്ചരിച്ചത്. ഇന്നും അത് അനിഷേധ്യമാണ്. അതിനെ കളിയാക്കിയവരും പരിഹസിച്ചവരുമെല്ലാം കഴിഞ്ഞ ജനുവരി 9 എളിഭ്യരായി നാണം കെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ആ സംവാദവേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും മൈൻഡ് ചെയ്യാത്ത രൂപത്തിൽ അപമാനിക്കപ്പെട്ട സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും കൂടി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ആയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ഇന്ന് ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ അവരുടെ ഓരോ വാദങ്ങളും ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംവാദങ്ങളും ചർച്ചകളും കഴിയുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഇസ്സത്ത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ സംഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഞാനാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് ആ പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ, പഠിക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുക. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ആ ഖുർആനിന്റെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ജീവിച്ച മക്കൾ തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടും. അല്ലാത്ത മക്കൾ ഒരുപക്ഷെ ദുനിയാവിൽ നമുക്കൊരു ഭാരമായിരിക്കും, ആഖിറത്തിൽ അതിനേക്കാൾ വലിയ ശാപമായി മാറുകയും ചെയ്യും. നാം ആലോചിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തെയും അതിനെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നാം ഉദാസീനത കാണിക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് നാളെ മഹ്ശറയിൽ വെച്ച് പറയുന്ന ചില വാക്കുണ്ട്. സൂറത്തുൽ ഫുർഖാനിലൂടെ നമുക്കത് കാണാം. വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, ഈ പരിശുദ്ധ ഖുർആനെ ഒരു രണ്ടാം കിടയായി കൊണ്ട് കണ്ടവരാണിവർ എന്ന് അള്ളാന്റെ റസൂൽ എതിരെ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നാം പെടാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നാം പഠിക്കുക, പരിശുദ്ധ ഖുർആനുമായി അടുക്കുക. ഖുർആൻ നമുക്ക് മാധുര്യമായി അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ, മധുരമായ ഖുർആൻ നമുക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഖുർആനിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ആ ഖുർആൻ പറയുന്ന ചരിത്രങ്ങളിലൂടെ, ഖുർആൻ വിവരിക്കുന്ന സ്വർഗത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിലൂടെ, സ്വർഗീയ സുഖങ്ങളിലൂടെ, സ്വർഗീയ അനുഭൂതികളിലൂടെ, ഖുർആൻ പറയുന്ന നരകത്തിന്റെ ഭയാനകതകളിലൂടെ, ഖുർആൻ പറയുന്ന അഹ്കാമുകളിലൂടെ, ഖുർആൻ പറയുന്ന നിയമനിർദ്ദേശങ്ങളിലൂടെ, ഖുർആൻ പറയുന്ന ചരിത്രത്തിലൂടെയെല്ലാം നാം സഞ്ചരിക്കുമ്പോഴാണ്, ആ ഖുർആനുമായി അടുക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉമർ ഇബ്നുൽ ഖത്താബും അലി ഇബ്നു അബീ ത്വാലിബും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന സന്തത സഹചാരികളുമായ സഹാബികളൊക്കെ പരിശുദ്ധ ഖുർആൻ ആസ്വദിച്ചതുപോലെ ആ ഖുർആനിന്റെ മാധുര്യവും മാസ്മരികതയും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ആ ഖുർആനുമായി നാം അടുക്കേണ്ടതുണ്ട്. ആ ഖുർആനെ നാം പഠിക്കേണ്ടതുണ്ട്. ആ ഖുർആനെ നാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ മാധുര്യം നുകരുന്ന, ഖുർആനിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഭാഗ്യവാന്മാരുടെ വൃത്തിയിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.